Good afternoon. Good afternoon, ma'am. Welcome. Good afternoon, ma'am. Good afternoon. നമ്മൾ ഹോസ്പിറ്റൽ വാർഡാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ചാപ്റ്റർ 10. എവിടെ വരെ പറഞ്ഞിരുന്നു? കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ് പറഞ്ഞായിരുന്നോ? ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഈ ഭാഗത്ത് സ്പെഷ്യലൈസ് വാർഡ്സ് എന്നുള്ള ഭാഗത്ത് നിങ്ങൾ കുറച്ച് നോട്ട്സ് തരാനുണ്ട്, എഴുതിയെടുക്കാം കേട്ടോ. നമ്മള് ടൈപ്സ് ഓഫ് വാർഡ്സ് പറഞ്ഞിരുന്നു. ജനറൽ വാർഡ്, സ്പെഷ്യലൈസ്ഡ് വാർഡ്. അതില് സ്പെഷ്യലൈസ്ഡ് വാർഡിൽ കുറച്ച് കാറ്റഗറൈസേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതെന്തെല്ലാം, അതൊക്കെ ഏതെല്ലാമാണെന്ന് ഒന്ന് നോട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചാപ്റ്റർ 10. ഫസ്റ്റ് എന്താണ് സ്പെഷ്യലൈസ്ഡ് വാർഡ്സിൽ ഫസ്റ്റ് വരുന്നത് എന്താണ്? ഗൈനക്കോളജി. ഗൈനക്കോളജി എന്താണ് ഗൈനക്കോളജി? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. എഴുതുന്നുണ്ടോ? Yes. Study of female reproductive system. Gynecology. Then, എഴുതി കഴിഞ്ഞോ? Yes. Then, oncology. Oncology. എന്താണ് oncology എന്ന് പറഞ്ഞാല്? Oncology is a branch of oncology is a branch of oncology is a branch of medicine. Oncology is a branch of medicine that specializes in the diagnosis and treatment of cancer. Treatment of cancer. Oncology is a branch of medicine. Oncology is a branch of medicine that specialize in the diagnosis
and treatment of cancer. In the diagnosis and treatment of cancer. എഴുതിയോ? യെസ്. ഏത് തെറാപ്പി ഉപയോഗിച്ചിട്ടാണ്? കീമോതെറാപ്പിയിൽ ഏത് തെറാപ്പിയാണ് ഉപയോഗിക്കുന്നത്? The use of chemotherapy. The use of chemotherapy. The use of chemotherapy and other drugs and other drugs and other drugs drugs to treat cancer. Yes, drugs എന്നാണ്. And other drugs to treat cancer. എഴുതിയോ? Radiation oncology, radiation oncology, radiation oncology. The use of radiation therapy, radiation therapy, the use of radiation therapy to treat cancer, to treat cancer. Radiation oncology, the use of radiation therapy to treat cancer. എന്താണ് ഓങ്കോളജി എന്ന് പറയുന്നത്? ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ. ക്യാൻസറിന് ചികിത്സിക്കുന്ന വിഭാഗമാണ് ഓങ്കോളജി എന്ന് പറയുന്നത്. ഏതൊക്കെ മെത്തേഡ്സ് ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്? കീമോതെറാപ്പി ആൻഡ് റേഡിയേഷൻ ഓങ്കോളജി. റേഡിയേഷൻ, കീമോ ആൻഡ് റേഡിയേഷൻ. ഓക്കെ. ഗൈനക്കോളജി ഒന്നുകൂടെ പറയണോ? സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. സ്റ്റഡി ഓഫ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. Study of female reproductive system. India. Okay. Then nephrology. 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 Study of kidney function and kidney diseases. Kidney function and kidney diseases. Study of kidney function and kidney diseases. Study of kidney function and kidney diseases.
Then, what is dialysis? എന്താണ് dialysis എന്ന് പറഞ്ഞാല്? നെഫ്രോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? കിഡ്നി ഫങ്ഷൻസും കിഡ്നി ഡിസീസസും തമ്മിൽ ട്രീറ്റ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ്. യെസ്, കിഡ്നി ഫെയിലിയർ ചെക്ക് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് നെഫ്രോളജി എന്ന് പറയുന്നത്. ദെൻ ഡയാലിസിസ് എന്ന് പറയുന്നത് എന്താണ്? എഴുതിയെടുക്കുക. ഡയാലിസിസ് എ പ്രൊസീജിയർ. ഡയാലിസിസ് എ പ്രൊസീജിയർ. യെസ്, ഡയാലിസിസ് എ പ്രൊസീജിയർ. Dialysis is a procedure to remove dialysis is a procedure to remove waste products waste products and excess fluid excess fluid excess fluid 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 excess fluid from the blood excess fluid from the blood when the kidneys stop working properly when the kidneys stop working properly when the kidneys stop working properly it often working properly stop കിഡ്നിയുടെ പ്രവർത്തനം സ്റ്റോപ്പ് ആവുന്നു കേട്ടോ. സ്റ്റോപ്പ് stop കിഡ്നി പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാതാവും, കിഡ്നിയുടെ പ്രവർത്തനം നിലയ്ക്കുന്നു എന്ന് മീനിങ് കേട്ടോ. It often OFTEN involves 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 directing blood to a machine. Involves directing blood to a machine to be cleaned clean ചെയ്യുക CLEANED cleaned machine to be cleaned. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. Dialysis is a procedure to remove waste products and excess fluids from the blood when the kidneys stop working properly. It often
involves directing blood to a machine to be cleaned. എന്താണ് ഡയാലിസിസിന്റെ പ്രവർത്തനം? ഇത് കംപ്ലീറ്റ് ചെയ്തോ? എഴുതിയെടുത്തോ? യെസ്. എല്ലാരും എഴുതിയെടുത്തോ? യെസ്. എന്താണ് ഡയാലിസിസ് പ്രോസസ്സിലൂടെ നടക്കുന്നത്? യെസ്, ബ്ലഡ് ക്ലിയർ ചെയ്യുന്നു. വേസ്റ്റ് ഫ്ലൂയിഡ്സും എക്സസീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളൊക്കെ എടുത്തു മാറ്റിക്കൊണ്ട് എന്താണ് ബ്ലഡ് ക്ലിയർ ആക്കുന്ന പ്രോസസ്സാണ് ഡയാലിസിസ് എന്ന് പറയുന്നത്, അല്ലെ? ഇതെന്താ, എന്ത് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്? ബ്ലഡ് എന്ത് ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്? മെഷീൻ ഉപയോഗിച്ച്. ഡയറക്റ്റിംഗ് ബ്ലഡ് ടു ബി മെഷീൻ ടു ബി ക്ലീൻഡ്. മെഷീൻ ഉപയോഗിച്ചിട്ട് ആ ബ്ലഡ് ക്ലീൻ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് ഡയാലിസിസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്, അല്ലെ? കിഡ്നി സ്റ്റോപ്പ് ആവുന്നു, കിഡ്നിയുടെ വർക്ക് സ്റ്റോപ്പ് ആവുന്ന ടൈമിൽ ചെയ്യുന്ന പ്രോസസ് ആണ് എന്ത്? ഡയാലിസിസ്. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് നെഫ്രോളജി എന്ന് പറഞ്ഞാല്? എന്താണ് നെഫ്രോളജി? Nephrology is a study of kidney functions and kidney diseases. Okay. Then cardiology. Cardiology. എന്താണ് cardiology? എന്താണ്? The study of heart, അല്ലെ? The study of heart deals with the heart issues and the heart diseases. Study of heart. Cardiology is a branch of medicine that deals with the disorder of the cardiology is a study of heart. Cardiology is a study of heart. Cardiology is a study of heart. Cardiology is a branch of medicine. Cardiology is a branch of medicine. Cardiology is a branch of medicine that deals with the disorders of the heart. Disorders of the heart. Disorders of the heart and cardiovascular system. Cardiovascular system. CARDIOVASCULAR. 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 Cardiovascular system. It's a study of heart. Cardiology is a branch of medicine that deals with the disorders of the heart and the cardiovascular system.
കാർഡിയോളജിയിലെ മറ്റെന്ത് കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്? കാർഡിയോളജിയിലെ മറ്റെന്ത് ടെസ്റ്റുകളാണ് വരുന്നത്? ഏതൊക്കെ ടെസ്റ്റസ് വരുന്നു? എക്കോ ടെസ്റ്റ്, ECG, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. എക്കോ ടെസ്റ്റ്, ECG, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. ഏതൊക്കെ ടെസ്റ്റസ് ആണ്? ECG, എക്കോ ടെസ്റ്റ്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി. എന്താണ് ആൻജിയോഗ്രാം എന്ന് പറഞ്ഞാല്? ഹൃദയത്തിൽ ഉണ്ടാവുന്ന ബ്ലോക്കുകൾക്ക് അല്ലെ, എഴുതണ്ട, പറയുന്നേ ഉള്ളൂ. ഹൃദയങ്ങൾക്കുണ്ടാവുന്ന ബ്ലോക്കുകള് കണ്ടുപിടിക്കുന്നതാണ് ആൻജിയോഗ്രാം. ബ്ലോക്ക് ട്രീറ്റ് ചെയ്യുന്നതാണ് എന്ത്? ആൻജിയോപ്ലാസ്റ്റി. ഓക്കെ. ഓക്കെ, അപ്പൊ എന്താണ് കാർഡിയോളജി എന്ന് പറഞ്ഞാല്? കാർഡിയോളജി study of heart, അല്ലേ? Yes, and cardiology is a branch of medicine that deals disorder of the heart and the cardiovascular system. Okay. സംബന്ധമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും നടക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കാർഡിയോളജി എന്ന് പറയുന്നത്. Then CTVS. എന്താണ് CTVS? Cardiothoracic vascular surgery. എഴുതിയെടുക്കാട്ടോ, അതിന്റെ എക്സ്പാൻഷൻ എഴുതിയെടുക്കുക. Cardiothoracic, CARDIO, ACIC, cardiothoracic, CARDIOTHORACIC, cardiothoracic. Vascular surgery, vascular, VASCULAR, cardiothoracic vascular surgery. Deals with the CTVS, deals with the complicated vascular surgery, deals with complicated vascular surgery, procedures, vascular surgery procedures. ഏതൊക്കെ സർജറീസ് ആണ് വരുന്നത്? ഏതൊക്കെ സർജറീസ് ആകാം? കൊറോണറി ബൈപ്പാസ്,
coronary bypass, and beating heart surgeries. Coronary bypass and beating heart surgery. Coronary bypass, coronary CORONARY, CORONARY, bypass, BYPASS, bypass. Coronary bypass and beating, BEATING, beating. Heartbeat എന്ന് പറയില്ല നമ്മള്, beating heart surgeries, heart, HEART, heart surgeries. Coronary bypass and beating heart surgeries. CTVS എന്തൊക്കെയാണ് ഡീൽ ചെയ്യുന്നത്? വസ്കുലർ സർജറി പ്രോസസ് ആണ് അല്ലെ. ഏതൊക്കെയാണ്? കൊറോണറി ബൈപ്പാസും അതുപോലെ തന്നെ എന്താണ് ബീറ്റിംഗ് ഹാർട്ട് സർജറീസും ആണ് CTVS പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഏതാ? CTVS is a specialized branch of CTVS is a specialized branch of CTVS is a specialized branch of surgery that focus എഴുതുന്നില്ല നിങ്ങള്? Surgery that focus, okay, on surgical treatment of diseases. Surgical treatment of diseases. Surgical treatment of diseases and conditions affecting the heart, affecting the heart, comma, lungs, heart കഴിഞ്ഞിട്ട് ഒരു കോമ ഇല്ല കേട്ടോ, lungs, chest and heart, lungs, chest and blood vessels, heart, lungs, chest and blood vessels. CTVS is a specialized branch of surgery that focuses on surgical treatment of diseases and conditions affecting the heart, lungs, chest and blood vessels. എഴുതിയോ?
എല്ലാവരും എഴുതിയോ? ഓക്കെ. എന്താണ് CTVS എന്ന് പറഞ്ഞാല്? CTVS പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്? CTVS എന്ന് പറഞ്ഞാൽ എന്താണ്? ഫുൾ നെയിം എന്ന് പറഞ്ഞേ. CTVS എന്താണ്? Cardiothoracic and vascular surgery. Cardiothoracic and vascular surgery. Specialized branch of surgery that focus on എന്തിനൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്? Surgical treatment of diseases and conditions affecting the heart, lungs, chest and blood vessels. Okay, heart, ചെസ്റ്റുമായി ബന്ധപ്പെട്ട് ബ്ലഡ് വെസൽസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിസീസസിനെയാണ് ഇവിടെ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. CTVS സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? നെക്സ്റ്റ് വരുന്നത് നേരത്തെ പറഞ്ഞു ഗൈനക്കോളജി, ഓങ്കോളജി, നെഫ്രോളജി, ഡയാലിസിസ്, കാർഡിയോഗ്രാഫി, കാർഡിയോളജി ആൻഡ് CTVS. ഇനി നിങ്ങളുടെ പ്രിന്റില് PDF പ്രിന്റില് ന്യൂറോളജി എടുക്കുന്നത് ഇതിന്റെ താഴെ തന്നെ ആയിട്ടാണോ? ന്യൂറോളജി സ്പെഷ്യലൈസ്ഡ് വാർഡ്സിന് താഴെയായിട്ടാണോ ന്യൂറോളജി എടുക്കുന്നത്? ആണോ? എല്ലാവരുടെയും അതുപോലെ തന്നെയാണോ? ഓക്കെ. പക്ഷെ ഇവിടെ കൊടുത്തിരിക്കുന്ന പ്രിന്റിൽ, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പ്രിന്റില് വ്യത്യാസമുണ്ട് കേട്ടോ. പ്രിന്റ് അടിച്ചിട്ട് മാറിയിട്ടുണ്ട്. നെഫ്രോളജിന് ശേഷം വേറെ ഒന്നും വന്നിട്ടില്ല. പക്ഷെ നെഫ്രോളജിക്ക് ശേഷം വരുന്നത് ഈ സ്ക്രീനിലുള്ളതിൽ ഡിഫറൻസ് ഉണ്ട് കേട്ടോ. പ്രിന്റിങ്ങിൽ വന്ന മിസ്റ്റേക്ക് ആണത്. നോക്കി, ന്യൂറോളജി ഇവിടെ കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസിലാണ് കിടക്കുന്നത്. ഒപ്താൽമോളജി ഇത് ഇതിന്റെ താഴെ വരുന്നതാണേ. നമ്മളത് നോട്ട് ചെയ്യാം, ശ്രദ്ധിച്ചാൽ മതി. നെക്സ്റ്റ് വരുന്നതാണ് ന്യൂറോളജി. നെക്സ്റ്റ് വരുന്നത് ന്യൂറോളജി, സ്റ്റഡി ഓഫ് എന്താണ്? നെർവസ് സിസ്റ്റം. സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം. സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം. Neurology is a study of nervous system. ഏതൊക്കെ സിസ്റ്റംസിനെ കുറിച്ചിട്ടാണ്? ബ്രെയിൻ, സ്പൈനൽ കോഡ്, ബ്രെയിൻ, സ്പൈനൽ കോഡ്, spinal cord and peripheral nerves. Peripheral, P-E-R-I-P-H-E-R-A-L, peripheral, P-E-R-I-P-H-E-R-A-L, peripheral nerves. നിങ്ങൾ എഴുതി വെച്ചിട്ടാണല്ലോ, നിങ്ങൾക്ക് അറിയാവുന്നതാണെങ്കിൽ എഴുതണ്ട, അല്ലാത്തവർ എഴുതിയെടുക്കാട്ടോ. ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഹോസ്പിറ്റൽസിൽ നിങ്ങൾ മിക്കവാറും അത് പഠിച്ചിട്ടുണ്ടാവും. ഓക്കെ, അറിയാവുന്നവർ എഴുതണ്ട. ഓക്കെ, അപ്പൊ എന്താണ് ന്യൂറോളജി എന്ന് പറയുന്നത്? സ്റ്റഡി ഓഫ് നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് പെരിഫറൽ നെർവ്സ്. ഓക്കെ, ഓക്കെ അല്ലേ? Then ophthalmology. Ophthalmology, treatment of disorders of the eye. Treatment of disorders of the eye. Ophthalmology, treatment of disorders of the eye. Treatment of disorders of the eye.
എന്താണ് ഒപ്താൽമോളജി എന്ന് പറഞ്ഞാല് നേത്ര വിഭാഗം അല്ലെ? അതായത് കണ്ണുമായി ബന്ധപ്പെട്ട് വരുന്ന സുഖങ്ങള്, ട്രീറ്റ്മെന്റ്സുകള്, സർജറീസ് ഒക്കെ ഏത് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്നു? ഓപ്താൽമോളജിയുമായി ബന്ധപ്പെട്ട് വരുന്നു. ഓക്കെ, അപ്പൊ സ്പെഷ്യലൈസ്ഡ് വാർഡ്സുകൾ എല്ലാരും ക്ലിയർ ആണോ? എല്ലാരും ക്ലിയർ ആണോ? ഗൈനക്കോളജി, ഓങ്കോളജി, ന്യൂറോളജി, ഒപ്താൽമോളജി, പിന്നെ ഏതായിരുന്നു? നെഫ്രോളജി. ഓക്കെ, ഇതൊക്കെയാണ്. ഇത് മാത്രമല്ല, സ്പെഷ്യലൈസ്ഡ് വാർഡുകള് ഓരോ ഡിപ്പാർട്ട്മെന്റ് വൈസ് ഓരോന്നും ഉണ്ട്. ഇതിൽ കൂടുതലും ഉണ്ട്. നമ്മുടെ ഈ ഭാഗത്ത് ഇത്രമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് നിങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ഓക്കെ, സ്പെഷ്യലൈസ്ഡ് വാർഡുകൾ ക്ലിയർ അല്ലേ? എങ്കിൽ നമുക്ക് കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ് നോക്കാം. കോൺസ്റ്റൻസ് ഓഫ് വാർഡ് സ്പേസ്. ഒരു വാർഡിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ, സ്പേസസ് എന്തൊക്കെയാണ്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. എന്താണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞാല്? പേഷ്യന്റ് സ്പേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യന്റ് സ്പേസ് അതായത് പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ്, അവരുമായി ബന്ധപ്പെട്ട് വരുന്ന ബെഡ്സ്, അവരുടെ ബേസിക് ഫെസിലിറ്റീസ് ലീഡ് ചെയ്യുന്ന സ്പേസ് ആണല്ലോ പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് പേഷ്യന്റ് സ്പേസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും? പേഷ്യന്റ് സ്പേസിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാകും? എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും ഒരു പേഷ്യന്റ് സ്പേസില്? പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതുമായ ഒരു സ്പേസ് ആണെന്ന് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു പേഷ്യന്റിനെ എക്സാമിൻ ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നതുമായ ഭാഗമാണ്, സ്പേസ് ആണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. പേഷ്യന്റിനെ എക്സാമിൻ ചെയ്ത് പരിശോധിക്കുന്നതിനും ചികിത്സിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. ഇതിന് പ്രത്യേകമായിട്ടുള്ള വാർഡുകളിൽ തന്നെ എന്താണ് റൂമുകൾ, വാർഡ്സ് ഉണ്ടാവും. വാർഡ്സില് എന്താണ് പ്രത്യേകമായ ബെഡ് സൗകര്യങ്ങള്, അതെ വൈറ്റൽ സയൻസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതിനായിട്ടുള്ള സംവിധാനങ്ങള്, വാഷ്റൂം ഫെസിലിറ്റീസ്, ഫുഡ് കഴിക്കുന്നതിനുള്ള ഫെസിലിറ്റീസ്, ഇതിനു വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള സ്പേസസുകൾ അവിടെ ഒരു പേഷ്യന്റിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ആളെ പരിശോധിക്കുന്നതിനും അതുപോലെ തന്നെ എന്തിനാണ് ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് ആണ് പേഷ്യന്റ് സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ, അവിടെ പേഷ്യന്റിന്റെ പേഴ്സണൽ സ്പേസും അവിടെ വരുന്നത് കേട്ടോ. പേഴ്സണൽ സ്പേസിലാണ് എന്താ ടോയ്ലറ്റ്, വാഷ്റൂം സ്പേസസ് വരുന്നത്. ദെൻ ഫുഡ് കഴിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ചെയർ, ടേബിൾസ് ഒക്കെ ഒരു വാർഡിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു വാർഡില് പേഷ്യന്റിന് എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്? അവർക്ക് മാത്രമുള്ള സ്പേസിൽ എന്തെല്ലാം ഫെസിലിറ്റീസ് ആണ് കൊടുക്കുന്നത്? അവർക്ക് മാത്രമായി കിടക്കുന്നതിനുള്ള ബെഡ് സൗകര്യങ്ങള്, മരുന്നുകൾ വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ടേബിള്, ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ടാകും, വാഷ്റൂം ഫെസിലിറ്റീസ്. ഓക്കെ, അത്രയും കാര്യങ്ങള് പേഷ്യന്റിന്റെ സ്പേസുമായി ബന്ധപ്പെട്ട് വരും. ഓക്കെ ആണോ? ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, നഴ്സിംഗ് സ്പേസ് എന്താണ്? അപ്പോൾ നഴ്സിംഗ് സ്പേസ് എന്ന് പറഞ്ഞാല് നഴ്സിംഗ് സ്പേസ് എന്തിനാണ് നഴ്സിംഗ് സ്പേസ് ഉള്ളത്? ഒരു വാർഡിലെ നഴ്സിംഗ് സ്പേസിന് വേണ്ടിയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. യെസ്, നിയർ ബൈ വാർഡ്സ്. ഒരു വാർഡുമായി ബന്ധപ്പെട്ട് വരുന്ന, ഒരു വാർഡില് 30 ബെഡ് ഉണ്ടെങ്കിൽ ആ 30
ബെഡ്സിന്റെ ഡീറ്റെയിൽസ്, മെഡിക്കൽ ഡീറ്റെയിൽസും എവിടെ ഉണ്ടായിരിക്കും? നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. ആ നഴ്സിംഗ് സ്പേസിലുള്ള നഴ്സുമാരാണ് 30 ബെഡിലെ കാര്യങ്ങളും ഡീൽ ചെയ്യുന്നത്. ഇനി നഴ്സിംഗ് സ്പേസിൽ എന്തെല്ലാം സംവിധാനങ്ങൾ ഉണ്ടായിരിക്കും? ഓരോ ബെഡ്സിലെ രോഗികളെയും ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടും, അതായത് അവരുടെ വൈറ്റൽ സയൻസുകൾ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, വൈറ്റൽ സയൻസ് അറിയാലോ, BP, ഹാർട്ട് ബീറ്റ്സ്, ദെൻ പൾസസ്, ദെൻ ഫീവർ ഉള്ളവരാണെങ്കിൽ ഫീവർ ചെക്ക് ചെയ്യുന്നതിന്, ഓക്കെ, അങ്ങനെ വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ ഉപകരണങ്ങളും ഒരു നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. ദെൻ 30 പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ, മെഡിക്കൽ ചാർട്ടുകൾ, അവരുമായി ബന്ധപ്പെട്ടിരുന്ന എല്ലാ ചാർട്ടുകളും ഡിസ്ക്രിപ്ഷൻസ് അടങ്ങിയതും അവരുടെ നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. നഴ്സസിന് വേണ്ടിയിട്ട് പ്രത്യേകം അവർക്ക് വേണ്ടി മാത്രമുള്ള ഇരിപ്പിടങ്ങൾ, അല്ലെ, അവരുടെ ടൂൾസ് ഡിവൈസസ് ഒക്കെ സൂക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സ്പേസസ്, ഡ്രസ്സിംഗ് വിശ്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ടാവും, റൂം ഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ടാകും. പിന്നെ എന്തൊക്കെയാണ്? നഴ്സിംഗ് സ്റ്റേഷൻ, ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്? മെഡിസിൻസ്, അല്ലെ, രോഗികൾക്ക് കൊടുക്കാവുന്ന, അതായത് അഡ്മിറ്റ് ആയിരിക്കുന്ന രോഗികൾക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് ഉണ്ടായിരിക്കുന്നതാണ്. ദെൻ ടെലിഫോൺ, ഒരു ടെലിഫോൺ സൗകര്യം ഉണ്ടായിരിക്കും, അല്ലെ, ഒരു ടെലിഫോൺ അവിടെ എല്ലാ സ്റ്റേഷനിലും ഒരു ടെലിഫോൺ ഉണ്ടായിരിക്കും. ദെൻ നെബുലൈസ് ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ട് നെബുലൈസേഷൻ സൗകര്യം, നെബുലൈസ് ചെയ്യുന്ന മെഷീൻ ഈ നഴ്സിംഗ് സ്റ്റേഷനിലാണ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. പിന്നെ എന്തൊക്കെയാ ഉണ്ടാകാം ഒരു നഴ്സിംഗ് സ്പേസിൽ? ഏകദേശം 2 നഴ്സെങ്കിലും, മാക്സിമം 2-3 നഴ്സെങ്കിലും ഒരു നഴ്സിംഗ് സ്റ്റേഷനിൽ ഉണ്ടായിരിക്കും. ഓക്കെ, നഴ്സിംഗ് സ്പേസിൽ എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? എന്തൊക്കെയാണ്? പേഷ്യൻസിന്റെ മെഡിക്കൽ റെക്കോർഡ്സുകൾ ഉണ്ടാവും. ആ ഏത് നഴ്സിംഗ് സ്റ്റേഷനിൽ എത്ര പേഷ്യൻസ് ഉണ്ടാവും? 30 പേഷ്യൻസിന്റെയും മെഡിക്കൽ റെക്കോർഡ്സുകൾ നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടി ചികിത്സിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഡിവൈസസ്, എക്യുപ്മെന്റ്സുകൾ, വൈറ്റൽ സയൻസ് ചെക്ക് ചെയ്യുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നഴ്സിംഗ് സ്പേസിൽ ഉണ്ടായിരിക്കും. 1-2 നഴ്സുമാരുടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരിക്കും. അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേക സ്പേസുകൾ, അവർക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിനും വിശ്രമിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള സ്പേസസ് ഉണ്ടാകും. പിന്നെ എന്താണ്? നെബുലൈസ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ മറ്റു വൈറ്റൽ സയൻസ് ഇപ്പോൾ സ്റ്റേഷനിൽ വന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ടാവും, നഴ്സിംഗ് സ്റ്റേഷനിൽ, നഴ്സിംഗ് സ്പേസിൽ വന്ന് ചെക്ക് ചെയ്യുന്നവരുണ്ടാവും. കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നഴ്സിംഗ് സ്റ്റേഷനിൽ വന്നായിരിക്കും ചെക്ക് ചെയ്യുന്നത്. പനി നോക്കുന്നതൊക്കെ ചില സമയം എന്താണ് നഴ്സിംഗ് സ്റ്റേഷനിൽ വന്നും ചെക്ക് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ അവര് ഓരോ ബെഡ്സിലും പോയി ചെക്ക് ചെയ്യും. അല്ലാത്ത സമയം കുഞ്ഞിന്റെ പനി കൂടുകയാണെങ്കിലൊക്കെ എന്താണ് നഴ്സിംഗ് സ്റ്റേഷനിൽ നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയിട്ടും ചെക്ക് ചെയ്യാറുണ്ട്. ഓക്കെ, അത്തരം കാര്യങ്ങളാണ് നഴ്സിംഗ് സ്പേസിൽ വരുന്നത്. ഹസ്ന സലീം, വീഡിയോ ഓഫ് ചെയ്യട്ടോ. ഇനി കോറിഡോർസ്. എന്തിനാണ് കോറിഡോർസ്? കോറിഡോർസ് ഹോസ്പിറ്റലുകൾ എന്തിനാണ് ഇത്തരത്തിലെ ഇടനാഴികളെ അല്ലെങ്കിൽ വേ നിർമ്മിച്ചിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാണ് കോറിഡോർസ് സെറ്റ് ചെയ്തിരിക്കുന്നത്? റഷ് കുറയ്ക്കുവാനും അതുപോലെ തന്നെ എമർജൻസി പേഷ്യൻസിനെ കൊണ്ടുപോകാനും. ഓക്കെ, ശരിയാണ്. പിന്നെ എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്? യെസ്, അല്ലെ, ഒരു റിഫ്രഷ്മെന്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, അല്ലെ, റിഫ്രഷ്മെന്റ് കിട്ടുക. കോറിഡോർസിൽ പ്രധാനമായിട്ട് എന്തിനാണ്? ഒരു റിഫ്രഷ്മെന്റിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൂമിൽ നിന്നും അല്ലെങ്കിൽ വാർഡിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നമുക്കൊരു പ്രൈവസി കിട്ടുവാനും റിലാക്സേഷൻ കിട്ടുവാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിലെ കോറിഡോർസുകൾ ഒരു പ്രത്യേക സ്പേസ് ആയിട്ട് അവിടെ കൊടുത്തിരിക്കുന്നത്. ജസ്റ്റ് വെയിറ്റിംഗ് ഏരിയ,
ജസ്റ്റ് നമ്മളിങ്ങനെ കൗണ്ടർ ഒക്കെ കണ്ടിട്ടില്ലേ, കോഫി കൗണ്ടർ ഒക്കെ കോറിഡോസിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട്, റിലാക്സേഷന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ കോറിഡോസിലൊക്കെ ഇത്തരത്തിൽ കോഫി ഷോപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു വാർഡിൽ ഒഴിച്ചുകൂടാനാവാത്ത 3 ഘടകങ്ങളാണ്. മിക്കവാറും ടെൻഷൻ ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി ഇപ്പൊ ഒരു സർജറി ഒക്കെ നടക്കുന്ന സമയത്ത് കുറച്ചൊന്ന് മാറി നിൽക്കാൻ വേണ്ടി, റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്, കൂളാവാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്തരത്തിലുള്ള പ്ലേസസുകൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നത്, മൈൻഡ് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പം ഒരു വാർഡ് സ്പേസിലേക്ക് ഒഴിച്ചുകൂടാനായിട്ട് പ്രധാനപ്പെട്ട 3 ഘടകങ്ങളാണ് എന്ത്? പേഷ്യന്റ് സ്പേസും നഴ്സിംഗ് സ്പേസും കോറിഡോർസ് എന്നുമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, വാട്ട് ആർ ദ കോൺസ്റ്റന്റ്സ് ഓഫ് വാർഡ്സ് എന്ന് ചോദിച്ചാൽ എന്താ? വാർഡ് സ്പേസ് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ ആൻസർ വരുന്നത്? പേഷ്യന്റ് സ്പേസ്, നഴ്സിംഗ് സ്പേസ് ആൻഡ് കോറിഡോർസ്. ഓക്കെ ആണോ? Then കോറിഡോർസ് എന്തിനു വേണ്ടിയിട്ടാണ്? റിഫ്രഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഏരിയാസ് ആണ് കോറിഡോർസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇടനാഴികൾ. ഹോസ്പിറ്റലിൽ നമ്മൾ വാർഡിന് പുറത്തായിട്ട് കുറച്ച് വേ കാണാറില്ലേ, പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള. അത് സൈക്കോളജിക്കലി അത് നിർമ്മിച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഈ പോകുന്ന വഴിക്ക് തന്നെയായിരിക്കും എന്താ കോഫി ഷോപ്പുകളൊക്കെ വെച്ചിരിക്കുന്നത്. ഒന്ന് മൈൻഡ് ഫ്രീ ആകാൻ, വരുന്ന പേഷ്യൻസും അതുപോലെ തന്നെ ബൈസ്റ്റാൻഡേഴ്സ് ഒക്കെ ഒന്ന് മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള സ്പേസ് അവിടെ നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത് ഈ രണ്ടിന്റെ ഇടയിൽ കൂടിയാണ് അല്ലെ, പേഷ്യൻ സ്പേസിനും നഴ്സിംഗ് സ്പേസിനും ഒപ്പം തന്നെയാണ് ഈ കോറിഡോർ സംവിധാനങ്ങൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ മെയിൻ കമ്പോണൻസ് ഓഫ് എ വാർഡ്? ഇനി ഒരു വാർഡില് ഏതെല്ലാം കമ്പോണൻസ് ആണുള്ളത്? ഏതൊക്കെയാണ്? ഇവിടെ പ്രധാനമായും വാർഡില് 4 കമ്പോണൻസ് ആണ് ഉള്ളത്. അതായത് 4 ഏരിയകൾ. വാർഡുമായി സംബന്ധിച്ച് 4 ഏരിയകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തേത് ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ഓക്കെ, എന്താണ് ക്ലിനിക്കൽ ഏരിയയിൽ എന്തെല്ലാം ഉൾപ്പെടുന്നുണ്ട്? ക്ലിനിക്കൽ ഏരിയയിലാണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ ഒക്കെ വരുന്നത്. ഏത് ഏരിയയിലാണ്? ക്ലിനിക്കൽ ഏരിയയിലാണ്. ക്ലിനിക്കൽ ഭാഗത്താണ് പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടേഴ്സ് ഒക്കെ വരുന്നത് ഈ ക്ലിനിക്കൽ ഏരിയയിലാണ്. ഓക്കെ, ഓക്സിലറി ഏരിയയിൽ എന്തെല്ലാം വരുന്നുണ്ട്? ഓക്സിലറി ഏരിയയില് ഓരോ വാർഡ്സിന്റെയും ഓരോ സ്പേസസ് ഇങ്ങനെ തിരിച്ചിരിക്കുന്നതാണ് കേട്ടോ. ക്ലിനിക്കൽ, ഓക്സിലറി, ആൻസിലറി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചിരിക്കുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ആണെന്ന് നമ്മൾ പറയുന്നത് ക്ലിനിക്കൽ ഏരിയ. ക്ലിനിക്കൽ വിഭാഗത്തിൽ ആ ഏരിയയിൽ ഏതൊക്കെ വരുന്നുണ്ട്? പേഷ്യന്റ്, നഴ്സിംഗ് ഏരിയാസ് വരുന്നുണ്ട്, നഴ്സിംഗ് കൗണ്ടർ വരുന്നു. ഓക്കെ, ഓക്സിലറി ഏരിയയിൽ എന്തെല്ലാം വരുന്നുണ്ട്? നഴ്സസ് റൂമും അതുപോലെ തന്നെ ഡോക്ടേഴ്സ് റൂമും ഏതിലാണ് ഉൾപ്പെടുന്നത്? ഓക്സിലറി ഏരിയാസിലാണ്. നഴ്സസ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്നത് ഓക്സിലറി ഏരിയാസിലാണ്. ആൻസിലറി ഏരിയ. അതായത് അനുബന്ധ ഏരിയകൾ എന്തൊക്കെ വരുന്നത്? ഒരു ഹോസ്പിറ്റൽ വാർഡുമായി ബന്ധപ്പെട്ട അനുബന്ധ ഏരിയകൾ എന്തെല്ലാം വരും? പാൻട്രി എന്താണ്? ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കലവറ, ക്യാൻറ്റീൻ, ഭക്ഷണശാല. പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. പാൻട്രി, ഡേ റൂം, ട്രോളി ബേ. അതായത് ഒരു ആക്സിലറി ഏരിയയിലായിരിക്കും ഒരു ഡേ റൂം ഉള്ളത്. എന്തിനാണ് ഡേ റൂം ഉള്ളത്? എന്തിനു വേണ്ടിയിട്ടാണ് ഡേ റൂം? അറിയില്ല.
യെസ്, ഫോർ റെസ്റ്റിംഗ് അല്ലെ. ഇതിന് വേണ്ടിയിട്ട്, അതായത് ഈ ഡിപ്പാർട്ട്മെന്റുമായിട്ട് തന്നെ കാന്റീൻ ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ആയിട്ട് റിലാക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഔട്ട് പേഷ്യൻസിനും അതുപോലെ തന്നെ ഇപ്പൊ ബൈസ്റ്റാൻഡേഴ്സ് കൂടെ നിൽക്കുന്ന മറ്റ് പേഷ്യൻസിന്റെ കൂടെ നിൽക്കുന്ന റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ജസ്റ്റ് വിശ്രമിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടമാണ് ഒരു ഡേ റൂം. ഒരു റൂം അവിടെ ഉണ്ടായിരിക്കും, കുറച്ച് ടേബിളുമായിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റൂം അവിടെ ഉണ്ടായിരിക്കും. അത് ആൻസിലറി ഏരിയയിലാണ് അത് ഉൾപ്പെടുന്നത്. അതുപോലെ തന്നെ ട്രോളി പേ എന്താണ്? ട്രോളി പേ എന്താണ് നമ്മൾ പഠിച്ചത്? യെസ്, ഇൻസ്ട്രുമെന്റ്സ്, ബെഡ് കവേഴ്സ്, ബെഡ്ഷീറ്റ്സുകളൊക്കെ, മെഡിസിൻസ് ഒക്കെ കൊണ്ടുപോകുന്നതിനുള്ള എന്താണ് ട്രോളിയാണ് ട്രോളി പേ എന്ന് പറയുന്നത്. ഏത് ഏരിയയിലാണ് കിടക്കുന്നത്? വാർഡിലെ ആൻസിലറി ഏരിയയിലാണ് ട്രോളി പേ ഇരിക്കുന്നത്. ആൻസിലറി ഏരിയയിലാണ് ട്രോളി പേയും ഡേ റൂമും പാൻട്രിയും കിടക്കുന്നത്. പാൻട്രി എന്ന് പറയുന്നത് ക്യാൻറ്റീൻ ആണ് കേട്ടോ, ഭക്ഷണശാല. സാനിറ്ററി ഏരിയയിൽ എന്തൊക്കെ വരുന്നുണ്ട്? സാനിറ്ററി ഏരിയയില് ക്ലീനിങ് സെക്ഷൻ ആണ് അല്ലെ. ടോയ്ലറ്റ്സ്, ഡർട്ടി യൂട്ടിലിറ്റി, ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി ഒക്കെ വരുന്നത് ഏത് ഏരിയയിലാണ്? സാനിറ്ററി ഏരിയയിലാണ്. ഇതൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ വാർഡിലെ മെയിൻ കമ്പോണൻസ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ഏരിയാസ് ആണ്. ഏതൊക്കെയാണ്? ക്ലിനിക്കൽ ഏരിയ, ഓക്സിലറി ഏരിയ, ആൻസിലറി ഏരിയ ആൻഡ് സാനിറ്ററി ഏരിയ. ക്ലിനിക്കൽ ഏരിയയില് പേഷ്യൻസ്, നഴ്സിംഗ് ഏരിയ, നഴ്സിംഗ് കൗണ്ടർ ഉൾപ്പെടുന്നു. ഓക്സിലറി ഏരിയാസിലോ നഴ്സിംഗ് റൂമും ഡോക്ടേഴ്സ് റൂമും ഉൾപ്പെടുന്നു. ആൻസിലറി ഏരിയയില് പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി പേ. പാൻട്രി, ഡേ റൂം ആൻഡ് ട്രോളി പേ. സാനിറ്ററി ഏരിയയിലാണ് ടോയ്ലറ്റ്സ് ആൻഡ് ഡർട്ടി യൂട്ടിലിറ്റി. ഓക്കെ, മനസ്സിലായോ? മെയിൻ കമ്പോണൻസുകൾ മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, ഫാക്ടേഴ്സ് ഇൻവോൾവ്ഡ് ഇൻ ഗുഡ് മാനേജ്മെന്റ് എന്നുള്ള ഭാഗം നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം കേട്ടോ. അപ്പൊ ഇവിടം വരെയുള്ള ഭാഗങ്ങൾ നോക്കിയിട്ട് വരിക. മെയിൻ കമ്പോണൻസ് വരെ പഠിച്ചിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു. ലീവ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. ക്ലാസ് എടുക്കുന്നോണ്ട് ചിരിക്കാതിരിക്കണേ കേട്ടോ, ഒന്നുമില്ല കേട്ടോ. ഓക്കെ.